ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ ഫൈനൽ പാർട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടത് ഹീറോ പെർഫ്യൂമായിട്ട് ഹീറോയിന് പ്രൊപ്പോസ് ചെയ്യാനായിട്ട് വന്നതും അതിനു മുമ്പ് ഹോജൻ ഹീറോയിന് പെർഫ്യൂം കൊടുക്കുന്നത് കണ്ട് ഇവൻ അപ്സെറ്റ് ആകുന്നുണ്ട്. ദെൻ ക്ലാസ്സിൽ വന്നതിന് ശേഷം ഫ്രണ്ട് അവളോട് ചോദിക്കുന്നുണ്ട്, ഈ പെർഫ്യൂം നിന്റെ ബോയ് ഫ്രണ്ട് തന്നതാണോ എന്ന്. ഇത് കേൾക്കുന്ന ഹോജൻ ആണെങ്കിൽ അതെ, ഞാനാണ് അത് അവൾക്ക് കൊടുത്തത്, നല്ലതായിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുവാണ്. ഇത് കേട്ട് നമ്മുടെ ഹീറോയിനും ദേഷ്യം വരും. അവൻ ഫ്രണ്ട് എന്ന രീതിയിലല്ലേ തരുന്നു എന്ന് പറഞ്ഞത്, പിന്നെ എന്തിനാ അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അവള് കൺഫ്യൂഷൻ ആകുന്നുണ്ട്. കട്ട് ചെയ്താല് ഹീറോയിൻ നേരെ നമ്മുടെ ഹീറോയെ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഹീറോ ആണെങ്കിൽ വളരെ കൺഫ്യൂഷനിലാണ് ഉള്ളത്. അവൻ അവളോട് ചോദിക്കും, നിന്റെ അടുത്ത് നിന്ന് ഒരു പെർഫ്യൂമിന്റെ സ്മെല്ല് വരുന്നുണ്ടല്ലോ, അതാ ഹോജൻ തന്നതല്ലേ എന്ന്. ഇത് കേട്ട് ഹീറോയിനും അതെ എന്ന് സത്യം പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹീറോയും ആക്ച്വലി ഞാനും ഒരു പെർഫ്യൂം തന്ന് നിന്നെ പ്രൊപ്പോസ് ചെയ്യാമെന്ന് കരുതിയാ വന്നത്, ദാ എന്ന് പറഞ്ഞ് അവന്റെ പെർഫ്യൂം അവൾക്ക് കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട് ഹീറോയിനും ഇല്ല, ഹോജൻ എനിക്ക് ഫ്രണ്ട്ലി ആയിട്ടാ തന്നതെന്ന് പറയാണ്. ഹീറോ അവളെ കുറച്ചു നേരം സൈലന്റ് ആയിട്ട് നോക്കിയിരുന്നിട്ട്, ഇല്ല, എനിക്കെന്തോ നീ ഒരു തീരുമാനത്തിലേക്ക് വരണമെന്നാ തോന്നുന്നേ, നീ നല്ലപോലെ ചിന്തിച്ച് ഒരു തീരുമാനമെടുക്കെന്ന് പറഞ്ഞിട്ട് അവൻ അവളിൽ നിന്ന് പോകുവാണ്. പക്ഷെ ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇവൻ എന്തിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചതെന്ന്. ഉടനെ അവള് രണ്ടുപേരും കൊടുത്ത പെർഫ്യൂം എടുത്ത് നോക്കി, ഇനിയും ഞാൻ ഒരു ക്ലിയർ ആയിട്ടുള്ള ഡിസിഷൻ എടുത്തില്ലെങ്കിൽ എന്റെ ലൈഫ് തന്നെ തലകീഴായിട്ട് മാറുമെന്ന് പറഞ്ഞിട്ട് അവള് നേരെ ഹോജിനെ പോയി മീറ്റ് ചെയ്യുവാണ്. പെർഫ്യൂമും തിരികെ കൊടുത്തിട്ട് എനിക്ക് നിന്റെ പെർഫ്യൂമും വേണ്ട, നിന്നെയും വേണ്ട എന്ന് പറഞ്ഞു കൊടുത്തതും അവൻ ഉടനെ ചോദിക്കുവാണ്, എന്താ നീ ഇത് അക്സെപ്റ്റ് ചെയ്തതല്ലേ, പിന്നെ എന്തിനാണ് എനിക്ക് തിരികെ തരുന്നതെന്ന്. അപ്പോ നമ്മുടെ ഹീറോയിൻ ഓപ്പൺ ആയിട്ട് തന്നെ കാര്യം പറയും, ഇല്ല, എനിക്ക് ജിൻഡിനെയാണ് ഇഷ്ടം, അവനാണ് സ്റ്റാർട്ടിങ് മുതൽ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ നിന്റെ പെർഫ്യൂമും എനിക്ക് വേണ്ട, പിന്നെ നീ ഇതെനിക്ക് ഫ്രണ്ട്ലി ആയിട്ടല്ലേ തന്നതെന്ന് പറഞ്ഞത്, സോ ഞാൻ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നിനക്ക് തിരികെ തന്നിരിക്കുന്നു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ പോകാനായിട്ട് തുടങ്ങിയതും അവൻ ഉടനെ ചോദിക്കുവാണ്, ഇനി ഞാനിത് നിനക്ക് ഫ്രണ്ട്ലി ആയിട്ടല്ല തന്നതെങ്കിൽ നീ എന്ത് ചെയ്തേനെ എന്ന്. ഇത് കേട്ട് അവൾ ഒന്നും മിണ്ടുന്നില്ല, അവിടെ നിന്ന് സൈലന്റ് ആയിട്ട് ഇറങ്ങി പോകുവാണ്. പിന്നീട് അവള് നേരെ വന്ന് ഹീറോയെ മീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവനോട് സോറി ചോദിക്കുവാണ്, ക്ഷമിക്ക്, ഞാൻ നിന്നെ ഒരുപാട് കൺഫ്യൂസ്ഡ് ആകുന്ന രീതിയിൽ ബിഹേവ് ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ നിന്നെ മാത്രമേ ലവ് ചെയ്യുന്നുള്ളൂ, സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നീയാണ് എന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ കിസ് ചെയ്തത്, അന്ന് നടന്നതെല്ലാം നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാല് ഇവനും ചിരിച്ചിട്ടേ ഓർമ്മയുണ്ടെന്ന് പറയാണ്. എന്നിട്ട് അവൻ നേരെ അവളെ അവന്റെ സ്റ്റുഡിയോയിലേക്കാണ് കൂട്ടിക്കൊണ്ടുവരുന്നത്. എന്നിട്ട് അവന്റെ സോങ്ങുകളൊക്കെ കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഹീറോ ചെറിയ വയസ്സിലായിരിക്കുമ്പോ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ എടുത്ത ഒരു പിക്കുണ്ട്. അത് അവൾ എടുത്ത് നോക്കിയിട്ട്, നീ ഇതില് വളരെ ഹാപ്പി ആയിട്ടാണല്ലോ ഉള്ളത് എന്ന് ചോദിക്കുവാണ്. അതിന് അവനും അതെ അതെ, ഇതാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് എടുത്ത ലാസ്റ്റ് ഫോട്ടോ, അതിനുശേഷം ഞാൻ ഒരു ദിവസം പോലും സന്തോഷത്തോടെ ഇരുന്നിട്ടില്ല, അറിയാമോ, എന്നെ കൊണ്ട് ശ്വാസം വിടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ആ വീട്ടില്, അത്രയും അവര് വീട്ടില് തല്ലുകൊടുക്കൊണ്ടിരിക്കുവായിരുന്നു. പക്ഷെ അവസാനം എന്റെ പാരന്റ്സ് പിരിഞ്ഞു പോയി. പക്ഷേ അപ്പോ മുതൽ ഞാൻ ഒറ്റയ്ക്കായി. എന്റെ ആ വേസ്റ്റ് ടൈമില് എനിക്ക് ആശ്വാസം തന്നത് ഈ മ്യൂസിക് മാത്രമാണ്, അതുകൊണ്ടാണോ എന്തോ മ്യൂസിക്കിനോട് എനിക്ക് ഇത്ര ഇഷ്ടം എന്ന് പറയുമ്പോൾ ഇവളും ഇത് കേട്ട് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും കിസ് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. നെക്സ്റ്റ് ഹീറോ ഹീറോയിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുമ്പോ ഇവർ ഒന്നിച്ച് വരുന്നത് ഹീറോയിന്റെ അമ്മ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഉടനെ അവർ ഇറങ്ങി വന്ന് അവിടെ നിന്ന് അവളെ വലിച്ചിഴച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി നല്ല ചീത്ത പറയുന്നുണ്ട്. ഞാൻ നിന്നെ എത്രയോ വിശ്വസിച്ചു, ഇപ്പോ ഇതാ നീ ഒരു പയ്യന്റെ കൂടെ ചേർന്ന് നാട് ചുറ്റുന്നു എന്ന് പറഞ്ഞതും നമ്മുടെ ഹീറോയിന് ഇത് കേട്ട് ടെൻഷനായി അവരോട് തിരിച്ച് റേസ് ആകുന്നുണ്ട്. നിങ്ങൾ എന്താണമ്മേ നിങ്ങളുടെ ഇഷ്ടത്തിനെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നേ, ഞാൻ ഇപ്പോ വരെ നിങ്ങൾ പറയുന്നത് പോലെയല്ലേ നടക്കുന്നേ, നിങ്ങൾ പറയുന്ന പോലെ ഞാൻ പഠിക്കുന്നില്ലേ എന്ന് ചോദിച്ചാല് അമ്മ ഇല്ലടി, ഞാൻ തോറ്റുപോയി, നിനക്ക് അച്ഛനില്ല, ഞാൻ മാത്രം ഒരു സിംഗിൾ മദർ ആയി നിന്ന് നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ഒരു അമ്മയായി തോറ്റുപോയെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞതും ഹീറോയിൻ ഇത് കേട്ടതും വളരെ സാഡ് ആകുന്നുണ്ട്. അവളൊന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അതേസമയം നമ്മുടെ ഹീറോ അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് കൺഫ്യൂഷനോടെ അവൻ കോൾ ചെയ്തുകൊണ്ടേയിരിക്കുവാണ്. പക്ഷെ ഹീറോയിന് കോളും പോകുന്നില്ല, അതുകൊണ്ട് ഇവനും വളരെ ടെൻഷൻ ആകുന്നുണ്ട്. കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. അവളുടെ അമ്മ അവളുടെ അടുത്തേക്ക് വന്നിട്ട്, ഇതാ കോളേജിൽ നിന്ന് ഒരു അസൈൻമെന്റ് എഴുതി കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് വേഗം ചെയ്തു കൊടുക്കെന്ന് പറഞ്ഞതും അവൾ എഴുന്നേറ്റ് ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങുവാണ്. എനിക്ക് ഇവിടെ ഇരുന്നൊന്നും ചെയ്യാൻ പറ്റില്ല, ആദ്യം എനിക്ക് കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞാല് എന്തിനാ പിന്നെ ആ പയ്യന്റെ കൂടെ ചേർന്ന് കറങ്ങാനാണോ, നീ എവിടേക്കും പോകുന്നില്ല, അടങ്ങി ഇവിടെ ഇരിക്കാനായിട്ട് പറഞ്ഞതും ഇല്ല അത് പറ്റില്ല, ഇത് നോക്കമ്മേ, ഇതുവരെ നിങ്ങൾ പറഞ്ഞ പോലെ നന്നായിട്ട് പഠിച്ചു, ഞാൻ നല്ല മാർക്ക് വാങ്ങി, അങ്ങനെയുള്ളപ്പോ എന്തിനു ഞാൻ കോളേജിൽ പോകാൻ പാടില്ലെന്ന് പറയുന്നേ, നിങ്ങൾ കാരണം എന്റെ ലൈഫ് ഞാൻ ഇതുവരെ ജീവിച്ചിട്ടേലേ എന്ന് പറഞ്ഞ് അവൾ അലറിയതും ഓഹോ, നീ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് എന്റെ മേലെ പഴി ചാരുവാണോ, ശരി ഓക്കെ, നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ നിന്റെ ലൈഫ് ജീവിക്കേ, പക്ഷെ നല്ല മാർക്ക് വാങ്ങിയിരിക്കണം എന്ന് പറഞ്ഞതും ഹീറോയിനും സൈലന്റ് ആയിട്ട് അത് കേട്ടിട്ട് നേരെ കോളേജിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ പോകുമ്പോ അവൾ എന്താ ചെയ്യുന്നത് നോക്കിയാല് ഇനി സഹിക്കാൻ പറ്റില്ല, ഇതുവരെ അമ്മ പറഞ്ഞ പോലെയാണ് ജീവിച്ചത്, ഇനി അമ്മയ്ക്ക് വേണ്ടി ജീവിച്ച് വേസ്റ്റ് ആക്കാൻ പറ്റില്ല എന്റെ ജീവിതം, നമ്മുടെ ലൈഫ് നമ്മൾ തന്നെ ജീവിക്കണമെന്ന് പറഞ്ഞ്
ഇതുണ്ടെങ്കിലല്ലേ എന്നെ കോൾ ചെയ്ത് ടോർച്ചർ ചെയ്യൂ. ഇത് എനിക്ക് ഇനി വേണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ ആ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചിട്ട് അവൾ ഇഷ്ടമുള്ള പോലെ ഡ്രസ്സ് ചെയ്തിട്ട് കോളേജിലേക്ക് വരുവാണ്. ഇവളെ കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ഷോക്ക് ആകുന്നുണ്ട്. അവളുടെ ഫ്രണ്ട് ഉടനെ തന്നെ ഓടി വന്ന് അവളെ ഹഗ് ചെയ്തിട്ട്, ഇപ്പോഴാടി നിന്റെ ലൈഫില് നീ ശരിയായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇനിയെങ്കിലും നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കണമെന്ന് നീ കരുതിയല്ലോ, അത് തന്നെ വലിയ കാര്യമെന്ന് പറഞ്ഞ് അവൾ എൻകറേജ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അവൾ നേരെ ചെന്ന് നമ്മുടെ ഹീറോയെ മീറ്റ് ചെയ്യുവാണ്. അവനാണെങ്കിൽ അതിലേറെ ഷോക്ക് ആകുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ വലുതായിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യില്ല, മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നും ധരിക്കാറില്ല. അങ്ങനെ ആയിരുന്നു ഇവള് ഇങ്ങനെ ഒരു ഗെറ്റപ്പിൽ വന്നതും അവൻ വളരെ ഷോക്ക് ആകുന്നുണ്ട്. നിന്റെ അമ്മ ഇതിനൊക്കെ നിന്നെ അലോ ചെയ്യുമെന്ന് ചോദിച്ചാല് അവള് ചിരിച്ചിട്ട്, എന്റെ അമ്മയ്ക്ക് ഞാൻ ചെയ്യുന്നതൊന്നും ഇഷ്ടാകില്ല, അവരെന്നെ ഒന്നിനും അലോ ചെയ്തിട്ടുമില്ല, ഞാൻ മാത്രമേ അവർക്ക് ഇഷ്ടമുള്ള പോലെ നടന്നിട്ടുള്ളൂ. പക്ഷെ എനിക്ക് എന്റെ ഈ വേർഷനാണ് ഇഷ്ടം, സോ ഇനി ഞാൻ ഇതേപോലെ തുടർന്ന് പോകുവാണെന്ന് പറഞ്ഞതും അവനിത് കേട്ട് ചിരിച്ചിട്ടേ, ശരി ശരി, നിനക്ക് ഇഷ്ടമുള്ളത് പോലെ നീ ഇരുന്നാല് അത് തന്നെ എനിക്ക് വലിയ സന്തോഷം എന്ന് പറയുവാണ്. ദെൻ ഈവനിങ് ഹീറോയിൻ അതേപോലെ തന്നെ തിരികെ അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവളുടെ അമ്മ ഇവളുടെ കോലം കണ്ടിട്ട്, എന്താടി ഇത്, ഇതാണോ നീ പറഞ്ഞ ലൈഫ്, ഇതാണോ നീ പറഞ്ഞത് നീ ജീവിച്ചിട്ടില്ലെന്ന് പറഞ്ഞ നിന്റെ ലൈഫ് എന്ന് ചോദിച്ച് അവളോട് ദേഷ്യപ്പെടുവാണ്. അവൾ ഉടനെ തന്നെ, നിങ്ങൾക്ക് എന്താണ് അമ്മ ഇപ്പൊ പ്രശ്നം, ഞാൻ ക്ലാസ്സിലേക്ക് പോയി, നല്ല ടെസ്റ്റിന് മാർക്കും വാങ്ങി, അതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ ടൈമിൽ തന്നെ തിരികെ എത്തി, പിന്നെ ഇപ്പൊ എന്താ നിങ്ങൾക്ക് ഡ്രസ്സിലേക്ക് മാത്രം കണ്ണുപോകുന്നെന്ന് ചോദിച്ച് ടെൻഷൻ ആയാല് അമ്മ ഒന്നും മിണ്ടുന്നില്ല, എന്തെങ്കിലും ചെയ്യട്ടെ എന്ന രീതിയിൽ സൈലന്റ് ആകുവാണ്. ദെൻ അങ്ങനെ 2 വീക്ക് കടന്നു പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയ്ക്ക് അവന്റെ മ്യൂസിക് സ്റ്റേജിൽ പെർഫോം ചെയ്യാനായിട്ട് ഒരു ചാൻസ് കിട്ടുന്നുണ്ട്. അവനത് പെർഫോമും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് നമ്മുടെ ഹീറോയിന് അവൻ ഇൻവൈറ്റ് ചെയ്തില്ല. കാരണം ആ പ്രോഗ്രാം നൈറ്റ് ആണ് നടക്കുന്നത്. നൈറ്റ് അങ്ങനെയുള്ള പ്ലേസിലേക്കൊന്നും അവൾക്ക് വരാനായിട്ട് പെർമിഷൻ കിട്ടില്ലെന്ന് കരുതിയാണ് ഹീറോ അവളെ ഇൻവൈറ്റ് ചെയ്യാതിരുന്നത്. പക്ഷെ എന്നാലും അവള് സീക്രട്ട് ആയിട്ട് അവിടേക്ക് വന്ന് അവന്റെ ആ പെർഫോമും എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ വിഷയങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്ന ഹോജൻ എങ്ങനെയോ അറിയുന്നുണ്ട്. ഉടനെ അവൻ ഹീറോയിനെ തേടി വന്ന് കണ്ടുപിടിച്ച് അവളുടെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടു പോയി, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ, മിഡ് നൈറ്റ് ഇങ്ങനെ ഒരു പ്ലേസിലേക്ക് നീ വരാൻ പാടുണ്ടോ, നീ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് കൊണ്ടാ നിന്റെ അമ്മ നിന്നെ വീട്ടിൽ അടച്ചടച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞതും ഹീറോയിൻ ഇത് കേട്ട് ഉടനെ തന്നെ, നിനക്കും എന്റെ അമ്മയ്ക്കും യാതൊരു വ്യത്യാസവും ഇല്ല, അതുകൊണ്ടാണ് നിന്റെ അടുത്ത് നിന്ന് ഞാൻ ദൂരെ പോകണമെന്ന് കരുതുന്നതെന്ന് പറഞ്ഞതും അവനുടനെ, ഞാൻ എപ്പോഴും നിന്റെ സേഫ്റ്റിക്ക് വേണ്ടേ പറയാറുള്ളൂ, നീ അതൊന്നും മനസ്സിലാക്കാത്തത് എന്താ, ശരി പറ, നീ ഇവിടേക്ക് വന്നത് നിന്റെ അമ്മ അറിഞ്ഞാല് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാല്, അതെ, ഇത് പറഞ്ഞല്ലേ ചെറിയ വയസ്സ് മുതൽ നീ എന്നെയും ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നത്, എന്റെ അമ്മ എപ്പോഴും എന്നെ റൂള് ചെയ്യണമെന്നാ കരുതുന്നേ, നീയും അതേപോലെ തന്നെയാണ്, നീ പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കാവൂ, നീ എന്ത് പറയുന്നു അത് വേണം ഞാൻ ചെയ്യാൻ, അതാണ് നിനക്കും വേണ്ടത്, നിന്റെ ഒരു ഫ്രണ്ട് ആയിരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടേ അവളെ ദേഷ്യത്തില് അവിടെ നിന്ന് പോകുവാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് അവിടേക്ക് നമ്മുടെ ഹീറോ അവളെ തേടി വരുന്നുണ്ട്. ഉടനെ ഹോജൻ ഹീറോയെ നോക്കി, നീ എപ്പോഴാണോ അവളെ മീറ്റ് ചെയ്തത് അപ്പോ മുതലാണ് അവളുടെ ലൈഫ് ഇത്രയും ചേഞ്ച് ആയത്, നീ കാരണമാണ് അവൾ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞതും ഹീറോ ഉടനെ, എന്ത്, ഞാൻ കാരണമാണെന്നോ, അതെ, ഞാനിപ്പോ അത് കണ്ടുവല്ലോ, അല്ല ഞാൻ വരുന്നതിന് മുമ്പ് അവള് സന്തോഷത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാല്, അതെ, അവള് സന്തോഷമായിട്ടാണല്ലോ ഉണ്ടായിരുന്നതെന്ന് അവൻ പറയാണ്. ഓഹോ, നീ അങ്ങനെ സ്വപ്നം കണ്ടോണ്ടിരുന്നോ, റിയാലിറ്റി എന്താണെന്ന് വെച്ചാല് അവള് പറഞ്ഞതാണ് സത്യം, അവളുടെ അമ്മയെ പോലെ നീയും അവളെ റൂള് ചെയ്യണമെന്നാ കരുതിക്കൊണ്ടിരിക്കുന്നേ, അതുകൊണ്ടാണ് നിന്റെ അടുത്തേക്ക് പോലും അവള് വരാത്തതെന്ന് പറഞ്ഞിട്ട് അവനും അവിടെ നിന്ന് പോകുവാണ്. കട്ട് ചെയ്താല് ഇവിടെ ഹീറോയിൻ വേഗം തിരികെ അവളുടെ വീട്ടിലേക്ക് വന്നാല് അവളുടെ അമ്മ ഇവള് സീക്രട്ട് ആയിട്ട് പുറത്തു പോയത് കണ്ടുപിടിച്ചെന്നാ തോന്നുന്നത്. ഉടനെ അവര്, നീ കോളേജിൽ പഠിച്ചാലല്ലേ ആ പയ്യനുമായിട്ട് മീറ്റ് ചെയ്യൂ, ഞാൻ നിനക്ക് വേണ്ടി വേറൊരു കോളേജിൽ അഡ്മിഷൻ വാങ്ങിയിട്ടുണ്ട്, നീ മര്യാദയ്ക്ക് ഇനി അവിടെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞതും ഇനി സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും വളരെ ടെൻഷനായിട്ട് അലറാനായിട്ട് തുടങ്ങുവാണ്. മതി, നിർത്ത്, ഇതെന്റെ ലൈഫാണോ അതോ നിങ്ങളുടെ ലൈഫാണോ, എനിക്ക് മനസ്സിലാകുന്നുണ്ട്, എനിക്ക് അച്ഛനില്ല, ഒരു സിംഗിൾ മദർ ആയിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തുന്നുണ്ട്, ശരിയാണ്, എന്ന് കരുതി ഇങ്ങനെയാണോ നിങ്ങൾ തരുന്ന ഈ ടോർച്ചർ കൊണ്ട് എനിക്ക് ശ്വാസം പോലും വിടാൻ പറ്റുന്നില്ല, വളരെ കഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ നിങ്ങൾ സന്തോഷമായിരിക്കണം എന്ന് കരുതി മാത്രമാണ് നിങ്ങൾ പറയുന്നതൊക്കെ കേട്ട് കേട്ട് നിറയെ അഡ്ജസ്റ്റ് ചെയ്തു പോയി, എന്നിട്ടും നിങ്ങൾക്ക് അതൊന്നും തൃപ്തിയാകുന്നില്ല അല്ലേ. ഇത് കേട്ട് അമ്മ ഉടനെ തന്നെ, നോക്ക്, എല്ലാം ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറയാണ്. മതി, നിർത്ത്, ഇത് ഞാൻ കുറെ തവണ കേട്ടിട്ടുള്ളതാ, നമുക്ക് അച്ഛനില്ല, ശരിയാണ്, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ, ഇത് ചെയ്യ അത് ചെയ്യുന്ന എത്രയോ തവണ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ, ഉണ്ടാകുന്നവരെ എങ്കിലും സന്തോഷമായിട്ടിരിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഒരു വട്ടമെങ്കിലും. എനിക്കറിയാം, അന്ന് നിങ്ങൾ ഫ്രണ്ടിനോട് എന്താ പറഞ്ഞത്, ഞാൻ പിറക്കാതെ ഇരുന്നെങ്കിലേ എന്നല്ലേ, കാരണം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മകളായിട്ട് എന്നെ കണ്ടിട്ടില്ല, ഒരു ഭാരമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് കരഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുവാണ്. അമ്മയാണെങ്കിൽ എന്തോ ഷോക്ക് അടിച്ച പോലെ അവരാകെ തരിച്ചവിടെ നിൽക്കുവാണ്.
ഇവൾ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു എന്ന് ചിന്തിക്കുവാണ്. പക്ഷെ ആക്ച്വലി എന്താ നടന്നതെന്ന് നോക്കിയാല് ഒരു ദിവസം അമ്മ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിരുന്നു, ഹീറോയിൻ എന്റെ മകളായിട്ട് ജനിക്കാതിരുന്നെങ്കിൽ ഇപ്പോ അവൾ എന്റെ മകളായിട്ട് ജനിച്ച് അവൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന്. ഇതേപോലെയാണ് അവര് പറഞ്ഞത്. മകളെ കുറിച്ച് ഓർത്ത് അച്ഛനില്ലാതെ ഇവള് കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഓർത്ത് ഫീൽ ചെയ്തിട്ടാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഹീറോയിൻ ആ സമയം ആദ്യത്തെ ആ ഡയലോഗ് മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും തെറ്റിദ്ധരിക്കപ്പെടുവാണ്. ഇത് മനസ്സിലാക്കി അമ്മയും ഫീൽ ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്താല് മറ്റൊരു ഭാഗത്ത് നാട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുന്ന അച്ഛനെ കാണാൻ വേണ്ടി ഹീറോ അവരുടെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവിടെ ചെന്ന് നോക്കിയാല് അവന്റെ അച്ഛനും അമ്മയും ഒന്നിച്ചു നിന്ന് സംസാരിക്കുവാണ്. അവന്റെ അമ്മ അച്ഛനോട് വളരെ ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. നോക്ക്, പിന്നെയും നമ്മൾ ഒന്നിച്ച് ജീവിക്കാമെന്ന് നിങ്ങൾ ഓക്കെ പറഞ്ഞതല്ലേ, പക്ഷെ അതെന്തുകൊണ്ടാണ് നമ്മുടെ മകനോട് നിങ്ങൾ പറയാത്തത്? അവൻ ഇപ്പോഴും എന്നെ വെറുത്തുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് വളരെ ദേഷ്യത്തിൽ അലറിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ഇത് അവിടേക്ക് വരുന്ന ഹീറോയുടെ കാതിൽ വീഴുന്നുണ്ട്. അവനും ഉടനെ ഷോക്കായ പോലെ നോക്കി അച്ഛനോട്, ഇവര് മുന്നേ തന്നെ നിങ്ങളെ മീറ്റ് ചെയ്തിരുന്നല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് എന്നോടത് പറഞ്ഞില്ലെന്ന് ചോദിച്ചാല് അച്ഛനുടനെ, പിന്നെ എന്ത് ചെയ്യാനാ മോനെ, നമ്മളെ അങ്ങനെ വിട്ടിട്ട് പോയതല്ലേ ഇവള്, പെട്ടെന്ന് വന്നാൽ എങ്ങനെയാ എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നേ? നിന്നോട് പറയാൻ എനിക്ക് ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണ് പറയാതിരുന്നതെന്ന് പറയാണ്. ഓഹോ, അവരെ മാത്രം പറയുന്നത് എന്തിനാ? നിങ്ങളും അതേപോലെ തന്നെയല്ലേ? നിങ്ങളും എന്റെ കൂടെ ഉണ്ടായിരുന്നിട്ടൊന്നുമില്ലല്ലോ. അവസാനമായിട്ട് ഒന്നിച്ചിരുന്ന് എന്റെ കൂടെ ഫുഡ് കഴിച്ചത് എപ്പോഴാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്നോട് സ്നേഹത്തോടെ എപ്പോഴാണ് സംസാരിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാല് അച്ഛനും ഒന്നും മിണ്ടുന്നില്ല. അപ്പോ ഹീറോ പറയും, നിങ്ങൾ രണ്ടുപേരും നീയാണ് മോശം, നീയാണ് തെറ്റ് ചെയ്തതെന്ന് മാറി മാറി ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ എന്നെ അപേക്ഷിച്ച് നിങ്ങൾ രണ്ടുപേരും തെറ്റാണ്. ബിക്കോസ് നിങ്ങൾ ഒരിക്കലും എന്റെ ലൈഫിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഓർത്തല്ലേ പേടി. ഇനി അങ്ങനെ മതി, ഇനി എന്റെ ലൈഫ് ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടേ വളരെ സാഡായി അവൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുവാണ്. പക്ഷെ അവൻ അതിനുശേഷമാണ് റിലാക്സ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അവന്റെ മനസ്സിലുള്ളതെല്ലാം അവൻ തുറന്നു പറഞ്ഞല്ലോ. ഒരുവിധം അവസാനിച്ചു എന്ന പോലെയാണ് അവൻ ഫീൽ ചെയ്യുന്നത്. അതേസമയമാണ് ഹീറോയിൻ അവനെ കോൾ ചെയ്യുന്നത്. അവളും ഒരു വിധത്തിൽ സാഡ് ആണെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. സോ നിന്റെ മനസ്സിൽ എന്താണുള്ളത് അതെല്ലാം നീ അമ്മയോട് പോയി സംസാരിക്കേ. ഒരു പക്ഷെ അതുകൊണ്ട് നിനക്ക് റിലാക്സ് ആയിട്ട് ഫീൽ ആകാം. നിനക്ക് വേണ്ട ഉത്തരങ്ങളും നിനക്കപ്പോ കിട്ടുമെന്ന് പറഞ്ഞതും സോ അതുകൊണ്ട് തന്നെ ഹീറോയിനും അവളുടെ അമ്മയോട് അവസാനമായിട്ട് സംസാരിക്കാമെന്ന് കരുതി ചെല്ലുവാണ്. അമ്മ അവളെ കണ്ട ഉടനെ തന്നെ ഓടി വന്ന് ഹഗ് ചെയ്തിട്ട് അവളോട് സോറി ചോദിക്കുന്നുണ്ട്. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുവാണ് മോളെ. അന്ന് ഞാൻ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞത് നീ എനിക്ക് ജനിച്ചത് കൊണ്ടല്ല, ഞാൻ കാരണമാണ് നിനക്ക് പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ നീ എനിക്ക് ഭാരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. സത്യം പറഞ്ഞാല് നിന്റെ അച്ഛൻ പോയതിനു ശേഷം ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് നിന്നെ ഓർത്ത് മാത്രമാണ്. നീ എന്റെ കൂടെ ഉണ്ടായത് കൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞിട്ട് ഹഗ് ചെയ്ത് അമ്മ പൊട്ടിക്കരയുവാണ്. ഇത് കണ്ട് ഇവളും അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയാനായിട്ട് തുടങ്ങുവാണ്. എന്നോട് ക്ഷമിക്കമ്മേ, എനിക്കറിയാം ഞാൻ നന്നായിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളെല്ലാം ചെയ്യുന്നത്, സോറി എന്ന് പറഞ്ഞിട്ട് അവൾ ഒരുപാട് കരയുന്നുണ്ട്. അപ്പൊ അമ്മ അവളെ ചേർത്ത് പിടിച്ചിട്ട്, ഇനി മുതൽ നിന്റെ ലൈഫ് നിനക്ക് എങ്ങനെയാണോ കൊണ്ടുപോകേണ്ടത് അങ്ങനെ ആയിക്കോട്ടെ. ഇനി മുതൽ ഞാൻ ഒരിക്കലും നിന്നെ റൂള് ചെയ്യാനായിട്ട് നോക്കില്ല. എന്റെ തെറ്റാണ് എല്ലാം. നീ ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം. അതിനെല്ലാം എന്നോട് ക്ഷമിക്കണം. ഇനി നിന്റെ ലൈഫ് നീ സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുവാണ്. ഹീറോയിനും ഇതിനു ശേഷം അവളുടെ ലൈഫ് വളരെ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് തുടങ്ങുവാണ്. നമ്മുടെ ഹീറോയും അവനെ കമ്പോസ് ചെയ്ത സോങ് ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു ഹിറ്റ് ആകുവാണ്. സോ ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രോബ്ലംസും സോൾവ് ആയി. രണ്ടുപേരും അവരുടെ ലൈഫ് വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങുന്നതോടെയാണ് ഈ കഥ അവസാനിക്കുന്നത്. സോ ഗൈസ്, ഈ ഡ്രാമ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അത്ര വലിയ അടിപൊളി ഡ്രാമയാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ആവറേജ് ഡ്രാമ. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇത്ര ഷോർട്ട് ആയിട്ട് തീർത്തത്. സോ ഇതേപോലുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എങ്കിൽ വേഗം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. എന്നാലും ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. സോ അടുത്തൊരു അടിപൊളി ഡ്രാമയായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.